ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാതാരണ്യങ്ങളിൽ, ഹവ്വാ ബീവിയുടെ പാതാരണ്യങ്ങളിൽ. ഇതൊക്കെ കേട്ടിരിക്കാൻ ഇപ്പോഴും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിന്റെ പ്രധാന കാരണം. ഞാനൊരു ചെറിയ ഒരു ചോദ്യം ചോദിച്ചോട്ടെ സുഹൃത്തെ. നിങ്ങൾ പറയുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള പരമ്പര വന്നിപ്പോൾ നിൽക്കുന്നത് മുസ്ലിം ലീഗിലാണെന്ന്. അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് നേതാക്കളും പ്രവർത്തകരും ഇവിടെ പലിശക്ക് കൊടുക്കുന്നവരുണ്ട്, പലിശയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല പരിപാടികളും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലൈംഗിക അതിക്രമ കേസുകളിൽ അകത്തായവരുണ്ട്, പോക്സോ കേസിൽ അകത്തായവരുണ്ട്, അഴിമതി നടത്തിയവരുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് നമ്മളുടെയൊക്കെ ആദ്യ പ്രവാചകനായ നമ്മളുടെയൊക്കെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇതിന് കൂട്ടു നിൽക്കുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാം ആവാൻ നിൽക്കുന്നത്? ഞാനൊരു ഇസ്ലാമാണ്, ഞാനൊരു മുസ്ലിമാണ്. ഞാനിപ്പോൾ മുസ്ലിം ലീഗ് ചേർന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെ ഇസ്ലാം എന്ന് പുറത്താക്കും? നിങ്ങൾ എന്തിനാണ് ഈ പൊളിറ്റിക്കൽ മുസ്ലിമായിട്ട് നിൽക്കുന്നത്? എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ജനാധിപത്യ പാർട്ടിയാവും. നിങ്ങൾ ഒരേ സമയം രണ്ട് രൂപത്തിലുള്ള ചിന്താഗതികളും ഓന്തിനെ പോലെ നിറം മാറുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ മേൽ ആരെങ്കിലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വാദവുമായിട്ട് വന്നാൽ അപ്പം നിങ്ങൾ പ്ലേറ്റ് മറിക്കും. ഇങ്ങനെയുള്ള അവസരത്തിൽ പാവം പിടിച്ച മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ നിങ്ങളെ കേൾക്കാൻ ആ സദസ്സിന് പുറത്തുള്ളത് നിങ്ങൾക്കൊരു ആത്മധൈര്യമായിരിക്കും.